നെടുമങ്ങാടുള്ള ആ 1.5 വയസ്സുകാരന്റെ മരണം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ആ വാർത്ത കേട്ടപ്പോ എനിക്ക് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. ആ വാർത്ത ഞാൻ മുഴുവനും വായിച്ചില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടുതലായി അറിയാൻ ഞാൻ ശ്രമിച്ചതുമില്ല. കാരണം കരഞ്ഞു തീർക്കാതെ എനിക്കൊരിക്കലും ആ വാർത്ത കാണാനോ കേൾക്കാനോ വായിക്കാനോ പറ്റില്ല. ആ കുഞ്ഞ് എന്റെ ആരുമല്ല, നമ്മളുടെ ആരുടെയും ആരുമല്ല. പക്ഷെ എന്നിട്ടും നമ്മുടെ ഉള്ളിൽ ആ കുഞ്ഞുണ്ടാക്കിയ വേദന എത്ര കാലം എടുത്താലാണ് മായുക? എനിക്ക് അയാളോട് തോന്നിയ ദേഷ്യത്തെക്കാൾ 7 ഇരട്ടി ദേഷ്യം കൂടുതൽ തോന്നിയത് അതിന്റെ അമ്മ എന്ന് പറഞ്ഞ ആ പെണ്ണുപിള്ളയോടാണ്. പെറ്റ വയറല്ലേ, അവക്ക് എങ്ങനെ തോന്നി ആ കുഞ്ഞിനോട് ഇങ്ങനെ പെരുമാറുന്നത് കണ്ടു നിൽക്കാൻ? നമ്മുടെ നിയമത്തെ പേടിയില്ലാത്തത് കൊണ്ടായിരിക്കണം വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഒരുപാട് തെറ്റുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് അവരുടെ സ്വന്തം ഇഷ്ടത്തോടെയല്ല, അവന്റെ അച്ഛനും അമ്മയും വിചാരിച്ചതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ആ അച്ഛനും അമ്മയ്ക്കുമാണ്. അവർക്കത് കഴിഞ്ഞില്ലെങ്കിൽ മറ്റെന്തെല്ലാം രീതിയിൽ അവർക്ക് കുഞ്ഞിനെ സംരക്ഷിക്കാമായിരുന്നു, അമ്മ തൊട്ടിൽ ഉപേക്ഷിക്കാമായിരുന്നു, വളർത്താൻ അറിയാവുന്ന ആരുടെയും കൈ കൊടുക്കാമായിരുന്നു. ഇഞ്ചിഞ്ചായി കൊന്നു. ഈ 1.5 വയസ്സിനിടയിൽ ആ കുഞ്ഞ് അനുഭവിച്ച വേദന നമുക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ദൈവം എന്നൊരു ശക്തി ഈ ലോകത്തുണ്ടെങ്കിൽ ആ രണ്ടുപേരും പുഴുത്തല്ലാതെ ചാവില്ല. ഇവിടെ ശരിക്കും വരേണ്ട ശിക്ഷ ഒരു ജയിലിൽ കൊണ്ടിടുകയോ അല്ലെങ്കിൽ ജീവപര്യന്തം അങ്ങനെ ഒന്നുമല്ല. ഇവിടെ വേണ്ടത് നല്ല ചോണയുള്ള നാട്ടുകാരുടെ മുന്നിലേക്ക് രണ്ടിനെയും വലിച്ചെറിഞ്ഞു കൊടുക്കണം. ആ കുഞ്ഞ് അനുഭവിച്ച വേദനയുടെ 7 ഇരട്ടി രണ്ടെണ്ണവും ഇഞ്ചിഞ്ചായി അനുഭവിക്കണം. എങ്കിൽ മാത്രമേ ആ കുഞ്ഞിന്റെ ആത്മാവിന്റെ അല്പങ്ങളെ ശാന്തി കിട്ടുള്ളൂ. അതെന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വേദന സഹിക്കേണ്ടി വന്നത്? കേട്ടാൽ ഭയക്കുന്ന നിയമം നമ്മുടെ നാട്ടിൽ വരുന്നത് വരെ ഇനിയും ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതിനപ്പുറം വേദന അറിഞ്ഞും അറിയാതെയും സഹിക്കേണ്ടി വന്നുകൊണ്ടേയിരിക്കും. ആ കുഞ്ഞിന്റെ ആത്മാവിനെങ്കിലും നിത്യശാന്തി കിട്ടട്ടെ. ഈ നശിച്ച ലോകത്ത് നിന്നും സമാധാനമുള്ള വേദനയില്ലാത്തൊരു ലോകത്തിലേക്ക് അത് പോയി എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം.